നീ എന്തിനാണ് നിന്റെ അയൽവക്കത്തെ മാധവൻ നായരെ തെറി വിളിച്ചത്? പിന്നെ അവിടുത്തെ പെണ്ണുങ്ങളുടെ നേരത്തെ എന്തിനാണ് തുണി വെക്കി കാണിച്ച്? പിന്നെ എടാ നീ സത്യം പറഞ്ഞല്ലേ സാറിന്റെ കൈ കൊണ്ട് നീ ചാകും. നീ അച്ഛന്റെ പ്രായമുള്ള ഒരാളല്ലേ, വിളിക്കാൻ പാടുവോ? അച്ഛന്റെ പ്രായമുള്ള ഒരാളല്ലേ, വിളിക്കാൻ പാടുവോ? ഒരു മനുഷ്യനല്ലേ പറഞ്ഞോട് ചോദിച്ചത്? ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. അയ്യോ മതി ഒന്നും ചെയ്യില്ല. കണ്ടു കഴിഞ്ഞോ? ഇവിടെ നിർത്ത്. ഇപ്പൊ തന്നെ 3-4 പാട്ട് കഴിഞ്ഞു. താൻ നിർത്തിക്കേ സാർ. ഒരു 2 പാട്ടും കൂടി കയ്യിലടക്കി ഞാൻ ഇവനെ കൊണ്ട് സത്യം പറയിപ്പിച്ചോളാം. നീ സത്യം പറഞ്ഞ സാറിനാണ് എന്താ മാഡം കാണിക്കണത്? ഷൂട്ട് ചെയ്യണത്? എന്തിനു ഷൂട്ട് ചെയ്യണത്? അത് ഷൂട്ട് ചെയ്യല, അത് വൈറലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ജോലി പോവും. എന്റെ സാറേ ഇത് വൈറലാക്കാൻ വേണ്ടിട്ടൊന്നും അല്ല, പിന്നെ എന്റെ ഭർത്താവിനെ കാണിക്കാൻ വേണ്ടിട്ടാ. അയാൾക്ക് പോലീസ് എന്ന് പറഞ്ഞാൽ തീരെ വിലയില്ല, ഒന്ന് കണ്ട് പേടിക്കട്ടെ. അത് മാഡത്തിന്റെ ഭർത്താവിന് മാത്രമല്ല, പോലീസ് എന്ന് പറഞ്ഞ ആർക്കും വിലയില്ല. കണ്ടില്ല അവനൊക്കെ. ഫോൺ മാറ്റി പറയടാ, സത്യം പറയടാ. അറിയാതെ പറ്റില്ല. എന്തുവാണ് മതിയാണോ? പറയുന്നില്ലെന്നേ. അതെ, താൻ ഇത്ര നേരം തല്ലിയിട്ടവൻ സത്യം പറഞ്ഞോ? ഇല്ലല്ലോ. അപ്പൊ അവൻ നിരപരാധിയാണ്, അവൻ ഒന്നും ചെയ്തിട്ടുണ്ടാവൂല. അല്ല സാറേ, തല്ലിൽ മതി. ഇനി തല്ലി അവൻ ചത്തുകൂടാ അയാള്. അതെ, അവനെന്തായാലും കരിക്ക് ജ്യൂസ് എല്ലാം മേടിച്ചു കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഒരു 4 കരിക്ക് ജ്യൂസും 1 നാരങ്ങ വെള്ളവും മേടിച്ചു. തനിക്ക് നാരങ്ങ വെള്ളം മതിക്ക്, അത് മതി. അവന് ജ്യൂസ് മേടിച്ചു കൊടുക്കും. എനിക്കല്ല നാരങ്ങ വെള്ളം, നമുക്ക് കരിക്കും ജ്യൂസും അവന് നാരങ്ങ വെള്ളവും. തല്ലി മനുഷ്യൻ വശക്കേടായി. ഇന്ന് സാധനം വാങ്ങിയ 420 റുപ്യ. അതെന്താ പൈസന്റെ കാര്യം പറയാൻ എനിക്ക് ഞാൻ ചൂടാവണ. ഈ 420 ഞാനാ കൊടുത്തത്, 210 എനിക്ക് തരണോ? ആ ബാക്കി പാട്ടോട്. ആ പാട്ട് ഞാൻ പറഞ്ഞു തരാം. കൊമ്പഞ്ച് കുളന്തഞ്ച് പട്ടരമാട്ടുള്ള കാളക്കുട്ടി ചാടാന ചാട്ടം കണ്ട കോഴി നെല്ല് ചിക്കണ പോലെ ഏലപ്പുലയേലോ ഏലപ്പുലയേലോ ആരാണ്ട കാളമക്കറി കളിക്കണത്. തുള്ളി കൊടുക്കരുതേ, നമ്മള് ഷെയർ ചെയ്ത് കാണാം. ഈ പ്രദേശം മുഴുവൻ ആവേശമൊന്നും വേണ്ട, നോക്കി കൈകാര്യം ചെയ്താൽ മതി. ഒരു സുന്ദരിയായ വനിതാ PC. മാഡം, യുവർ ഗുഡ് നെയിം പ്ലീസ്. യുവർ ഗുഡ് നെയിം പ്ലീസ്.
മണ്ടോദരി. മണ്ടോദരി നൈസ് പേര്. പോലീസുകാരാണ് മറക്കണ്ട. പേര് പറയണ്ടേ? ഇതിന് പേര് പറയണേ കണ്ട. എന്താ ഇവിടെ പരിപാടി? ഇല്ല ഇവിടെ ഒരു പരിപാടിയില്ല. ഞങ്ങൾ എന്നും ഞായറാഴ്ച വൈകുന്നേരം ഒന്ന് കൂടുതൽ അങ്ങനെ കൂടിയാ. ഇവിടെ പൊതുവഴിയില്ല. പൊതുവഴിയാണെങ്കിൽ എത്തി പിടികൊലയല്ലേ. അതിന്റെ വീട്ടിലും സ്ഥലമില്ലേ? ഇല്ലല്ലേ വീട്ടിൽ സംഭവിക്കുന്നു. ഞങ്ങൾ സ്ഥിരം ഇവിടെ ഇരുന്നാ കഴിക്കാം സാറേ. അതെ, നമ്മളെ ശങ്കരേട്ടന്റെ എഴുന്നേറ്റോ എഴുന്നേറ്റോ. ഇങ്ങനെ പൊതുസ്ഥലത്ത് രണ്ടാക്കുള്ളൂ. അതെ, നിങ്ങൾ വന്നേ സ്റ്റേഷനിലേക്ക്. ആ സാറ് എന്ത് വേണ്ട സാറേ, സാറ് പോ. എന്താണ് നിനക്കൊരു ബഹുമാനമില്ലാത്ത? എന്ത് പോവാൻ? നീ എന്റെ മേടിക്കുന്നേ ഇങ്ങോട്ട് എടുക്കണം. തുടരുത്. ദേഹത്ത് തൊടാൻ പാടില്ല. അതിന്റെ റൈറ്റ് നേരെ പോലീസുകാർക്കില്ല. ഇല്ല ഇല്ല, ദേഹത്ത് ഓടനല്ല. ആ സാധനം അങ്ങോട്ട് മാറ്റി. സാറേ തുടരുത്. ഒന്നടിക്ക്. ഇങ്ങനെ നടക്ക്. ഇല്ല നടക്കണില്ല. അടിക്ക്. വെറുതെ മേടിക്കട്ടെ. ഇല്ല ആ പരിപാടി ഇല്ല. പോലീസുകാർക്ക് ഞങ്ങളെ തൊടാനുള്ള അധികാരമില്ല. അതിനൊരു തീരുമാനം കഴിഞ്ഞിട്ട് പോയാൽ മതി. വണ്ടി കയറില്ല. വണ്ടി കയറില്ല. എന്ത് വണ്ടി കയറും? വണ്ടി കയറി. ഇല്ല വണ്ടി കയറില്ല. വണ്ടി കയറ. വണ്ടി കയറേണ്ട കാര്യമില്ല. ഞാൻ എന്ത് തെറ്റ് നീ വെറുതെ മേടിക്കണേ. വണ്ടി കയറ. ഇല്ല വണ്ടിയിൽ ഞാൻ കയറില്ല. ഞാൻ ചെയ്ത തെറ്റ് പറഞ്ഞു തരണം. അങ്ങനെയാണ് ഞാൻ കയറും. തൊടല്ല. നീ കയറി വണ്ടി കയറി. ഞാൻ കയറാം. ഇല്ലെന്നേ ഞാൻ കയറില്ല. അടിക്കുന്നു പറഞ്ഞ അടിയട്ടെ. അടിക്കുന്നു പറഞ്ഞല്ലോ. വെറുതെ സാറിന്റെ തല്ലുകൊണ്ടിട്ട് ചാകണ്ട. നീ കേറി. അടിക്കുന്നു പറഞ്ഞല്ലോ. നീ ഒന്ന് അടി. അടി അടിച്ചിട്ട് പോയാ മതി. അടി എന്നെ അടിച്ചിട്ട് കൊണ്ടുപോയാ മതി. നിങ്ങൾ അടിച്ചിട്ട് കൊണ്ടുപോകും. എന്നെ അടിച്ചിട്ട് കൊണ്ടുപോയാൽ മതി. ആ വണ്ടിയൊക്കെ പോയിക്കോട്ടെ. വണ്ടി വേണമെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. എനിക്ക് കയറുന്ന പണി ഉണ്ടാക്കലേ. സാറേ ദിവസം മോള് ഇടിക്കാൻ പാടില്ല. എന്തുകൊണ്ട് ഇടിച്ചു? എന്തുകൊണ്ട് ഇടിച്ചു? എനിക്ക് സമാധാനം അറിയണത്. ആ എന്നെ എന്തിനിടിച്ചു? എന്നെ അടിച്ചു. അനുഭവിക്കടാ. ഈയൊക്കെ സത്യേട്ടനെ കൊണ്ടുപോയി അനുഭവിക്കടാ. വായിക്കടാ പോലീസുകാരാ. അന്റെ ഒന്നും പോരാണത് ഞങ്ങൾ കുടിച്ചേ. പിടികൊലയില്ല. അത് റോട്ടിലൊന്നുമില്ലല്ലോ. ഇതെന്നെ കൊണ്ടുപോയിക്കാൻ. പോലീസുകാര് അയ്യോ ഇത് കാട്ടാളന്മാരാ. സാധാരണക്കാരനെ എന്ത് ചെയ്താലും ചോദിക്കാൻ ആരുമില്ലല്ലോ. നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. ഇവര് കാര്യ അധികാരം കൊടുത്തേന്ന്. എന്തെന്ന് ഇത്? നമ്മുടെ രാഷ്ട്രീയക്കാർ തന്നെ ഇമാരെല്ലാം വളർത്തുന്നത്. അയ്യോ കണ്ടാലൊരു പാവം പിടിച്ചോ. ആ ഒരു പാവത്താൻ. അതിന് വലിച്ച് മരക്കഷ്ണം എറിയും പോലെ അറിയുന്നു. പോലീസുകാരൊക്കെ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ മനുഷ്യനെ നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ. അതേന്ന്. എന്തെന്ന് ഇത്? രാഘവേട്ടന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ എല്ലാം ഷെയർ ചെയ്ത് കൊടുത്തത്. എല്ലാം ഷെയർ ചെയ്യും. മിക്കവാറും ഇന്ന് ഇതിനെ കുറിച്ചായിരിക്കും ചാനലിൽ ചർച്ച ഉണ്ടാവുക. എന്ത് ചർച്ച? അവര് വന്ന് ചർച്ച ചെയ്തിട്ട് മൂടിലെ പൊടിയും തട്ടിട്ട് ഒരു പോക്ക്. ആ പണി കഴിഞ്ഞിട്ട് ഈ ഇതെല്ലാം ഒന്ന് പെയിന്റ് ചെയ്യണം.
കേട്ടാ പെയിന്റ് അച്ഛേ അച്ഛ അത് കഴിഞ്ഞ അച്ഛ ഇറച്ചിക്കട്ട ഒന്ന് കഴിയണം. ഇറച്ചിക്കട്ട അതൊന്ന് വാഷ് ചെയ്യണം. കുറച്ചുകൂടെ വെള്ളം കൊണ്ട് ഒഴുകി കേട്ടാ. അവിടെ നമ്മൾ തൂത്തുവിടാം. ആ ചൂല് വെച്ച് തൂത്തുവിടും മോനെ. സാറേ ഓർമ്മ ഉണ്ടോ സാറേ അന്ന് സ്റ്റേഷനിൽ പിന്നെ നമ്മുടെ അയൽവക്കത്തുള്ളവര് തെറി വിളിച്ച കേസിലല്ലേ? സാറ് പോലീസിനൊക്കെ വിട്ടാ? ഇല്ല, ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്കൊന്ന് മാറി നിൽക്കേണ്ടി വന്നു. ആണല്ലേ. അങ്ങനെ ഒരു ചെറിയൊരു സ്ഥാപനം ഞാൻ ഒന്ന് തുടങ്ങാന്ന് വെച്ചു. സാറ് മാത്രമാണ് അന്ന് എന്നെ ഒന്നും ചെയ്യാതെ വിട്ടത്. അതിന്റെ ഒരു ഒച്ചേ ഉള്ളൂ, ബാക്കിയെല്ലാം പോയി സാറേ. ഞാൻ ചെയ്യാനുള്ളതും കൂടെ അവര് ചെയ്തല്ല. പിന്നെ അതിനുള്ള ശേഷി നിനക്കില്ലാന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത. സാറിന്റെ കടയാണല്ലേ ഇത്? ഓ, അടുത്ത ആഴ്ച ഓപ്പൺ ചെയ്യണം. ഇറച്ചി മീൻ എന്ത് വേണമെങ്കിലും. പിന്നെ കല്യാണ ഓർഡറൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചു കേട്ടാ, കമ്മീഷൻ തരാം. ഞാൻ ഏറ്റു സാറേ. സാറ് ഒരു നന്ദി എപ്പോഴും സാറിന്റെ അടുത്തുണ്ടായിരുന്നു. പോട്ടെ സാറേ. ശരി ശരി ശരി. മോനെ പിന്നെ എന്താ സാറേ? നിന്റെ അന്ന് അവര് കൈവച്ചതേ നല്ല രീതിയിൽ കൈവച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ സുഗതനൊന്നും ഒരു മയമില്ലാത്ത ആളാ. മീശ വെച്ച അത് തന്നെ. അപ്പൊ മോനെ എന്തേലും ഒരു നല്ല വൈദ്യനായിട്ട് ഒന്ന് കണ്ടിട്ടെ പിന്നെ മരുന്ന് എന്തേലും മേടിച്ച് കഴിക്കും. വാങ്ങിച്ചു സാറേ, കഷായമൊക്കെ വാങ്ങിച്ച്. മേടിച്ചാ? പിന്നെ ആട്ടിൻതല വെച്ച് സൂപ്പ് ഉണ്ടാക്കി കഴിക്കാൻ പറഞ്ഞു. ആട്ടിൻതല അടുത്ത ആഴ്ച മുതൽ ഞാൻ തരാം. മതി, സാർ സ്പോൺസർ ചെയ്താൽ മതി. അത് ശരി. അത് നീ എന്റെ തലയും കൊണ്ട് പോകുള്ളൂ തന്നെയല്ലേ? അങ്ങനെയല്ലല്ലോ സാർ. അന്ന് ഞാൻ നിരപരാധിയാണ് സാർ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അത് വിട്. നിന്റെ വായിന്ന് പറയണ ഭാഷ തീരെ മോശമാണെന്ന് അറിഞ്ഞു മോനെ ഞാൻ. ഇല്ല സാറേ, അവരെന്നെ പെടുത്തിയതാണ് സാർ. ഒന്നും പറയണ്ട. പിന്നെ ഈ ആട്ടിൻതല സൂപ്പ് കഴിച്ചാൽ ശരീരം നന്നാവുമെന്ന് പറഞ്ഞു എന്നും ഇങ്ങനെ തെറി വിളിച്ച് നടന്ന ആൾക്കാർ ചിലപ്പോ സൂപ്പ് കുടിക്കാൻ നീ ഉണ്ടാവൂല കേട്ടാ. ചെല്ല്. എന്റെ മോന്റെ പ്രായമുള്ള, അതുകൊണ്ടാണ് ഇത്ര ഞാൻ ഉപദേശിച്ചത്. മുടിയൊക്കെ വെട്ടി ഒന്ന് വൃത്തിയായിട്ട് നടക്കാൻ നോക്കാം. ശരി സാർ. സാറേ ഇതാണ് കട. അത് ശരി. അവിടെ ഉണ്ട് സാറിന്റെ അവിടെ. ഇതാണ് സാറേ തുടങ്ങാൻ പോണ കട. സാറേ വിട്ടേക്ക് പോട്ടെ. സാറേ നമസ്കാരം. വരണം സാറന്മാരെ. നമസ്കാരം. ഇതെന്റെ കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല. ഇങ്ങനെ പണി സ്പീഡിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ച് പെയിന്റിങ് ഉണ്ട് അവിടെ. അതും കൂടെ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ശനിയാഴ്ച കൊണ്ട് കയറണമെന്നാണ് പ്ലാനിങ്. ഞാൻ സാറിനൊന്ന് ബുദ്ധിമുട്ടിക്കേ. സാറ് വന്നൊന്ന് ഉദ്ഘാടനം ചെയ്തു തരണം. എന്താ സാറേ? എങ്ങനെയുണ്ട് സാറേ നമ്മുടെ സ്റ്റേഷനും പരിസരവും ജനങ്ങളൊക്കെ? ഇങ്ങനെ പരിചയപ്പെട്ടു വരുന്നു. പിന്നെ ആളുകളുടെ കാര്യമൊന്നും പറയാതിരിക്കുകയാണ് നല്ലത്. ഇത് പിന്നെ ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു ഇവരോട്. കൊറേയൊക്കെ ഈ സോഷ്യൽ മീഡിയയുടെയും പ്രിന്റിംഗ് മീഡിയയുടെ ഒക്കെ പൊങ്കാലിടലാണല്ലോ സാറേ. പിന്നെ സർക്കാരിന്റെ മുഖം രക്ഷിക്കണ്ടേ? അതിനിപ്പോ നമ്മുടെ നേരെയൊക്കെ അല്ലാതെ എന്ത് ചെയ്യാനാ വേറെ? സാറേ, നമുക്ക് ഈ ഡിപ്പാർട്ട്മെന്റിൽ സ്വസ്ഥമായിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല. നമ്മൾ ജനങ്ങളെ പേടിച്ചിട്ട് ജോലി ചെയ്യേണ്ടി വരും. അതാണ് അവസ്ഥ. ഒരു കണക്കിന് നമ്മൾ സർക്കാരിന്റെ പാവകളെന്ന് തന്നെ പറയാം. അങ്ങോട്ടും തട്ടി ഇങ്ങോട്ടും തട്ടി നമ്മളെപ്പോലുള്ളവരെ സമാധാനമായിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല. സത്യം പറയണമെങ്കിൽ യൂണിഫോം ഇട്ട് നമ്മളിങ്ങനെ കോമാളികളെ പോലെ നിൽക്കണം. അത് തന്നെയാണ്. ഇപ്പൊ എൻ്റെ ഈ സസ്പെൻഷൻ ഉണ്ടായല്ലോ, എന്തെങ്കിലും അന്വേഷിച്ചിട്ടാണോ സസ്പെൻഷൻ ഉണ്ടായത്? ഇല്ലല്ലോ. അത് പറഞ്ഞ അല്ല സാറേ, ഇപ്പൊ ഈ സസ്പെൻഷൻ 1-2 ആഴ്ച കഴിഞ്ഞാൽ തീരും. പിന്നെ സാറിനെ റീഇൻസ്റ്റേറ്റ് ചെയ്യുമ്പോ വന്ന് ജോയിൻ ചെയ്തുകൂടെ? കടകൾ പിള്ളേര് നോക്കിക്കോളൂ. ഇത്രയും പേരുണ്ടല്ലോ. ഞാൻ എന്തായാലും ഇനി അങ്ങോട്ടില്ല. അത് ഞാൻ തീരുമാനിച്ച്. എന്നെ സസ്പെൻഡ് ചെയ്തതിന്റെ അടുത്ത ദിവസം പോലും ഞാൻ അനുഭവിച്ച ആ ഒരു സമാധാനവും സന്തോഷവും ഉണ്ടല്ലോ, അത് പറഞ്ഞാൽ അറിയില്ല. അത് അനുഭവിച്ചെന്നെ അറിയണം. ഒരു ടെൻഷനും ഇല്ല. സുഖമുള്ള ഏർപ്പാടാണ് സാർ. എന്നാലും നമ്മുടെ യൂണിഫോമിന് ഒരു പവർ ഉണ്ടല്ലോ. യൂണിഫോമിന് പവറുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് സ്വസ്ഥമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ഇപ്പം നമ്മുടെ നാടിന്റെ അവസ്ഥ. കണ്ടല്ലോ, ഞാനിപ്പോൾ അനുഭവസ്ഥനാണല്ലോ. എന്തിനാ അവിടെ ഞാനിങ്ങനെ കുറച്ച് ഇറച്ചിയും മീനും ഒക്കെ വിറ്റ് ഇനിയുള്ള കാലം കൊണ്ട് സമാധാനമായിട്ട് സന്തോഷമായിട്ട് ആൾക്കാർക്ക് ഇതൊക്കെ വേണമല്ലോ. എന്തായാലും ഇതൊക്കെ ഒന്ന് കലങ്ങി തെളിഞ്ഞിട്ടേ. സാറ്
ശനിയാഴ്ചയാണ് ഡേറ്റ് ഫിക്സ് ചെയ്തേക്കണം. ഞാൻ സാറിനെ വിളിക്കാം. എല്ലാവരും വരണം. ഞാൻ സ്റ്റേഷനിലുള്ള ബാക്കിയുള്ളവരൊക്കെ വിളിച്ചോളാം. അപ്പൊ എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. ശരി സാർ. ഓക്കെ സാർ. സാറേ ജോലി കളയരുത്, വരണം. ഇപ്പൊ ഒരു കണക്ക് പറഞ്ഞാൽ ഞാൻ പറയില്ലേ, എനിക്ക് പ്രത്യേകിച്ച് താല്പര്യമില്ലാത്തൊരു മേഖലയായിരുന്നു. അച്ഛൻ മരിച്ച് അങ്ങനെ കിട്ടി, പിന്നെ അങ്ങനെ കയറി ഇതുമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു കണക്കിന് പൊക്കോണ്ടിരിക്കും. ഈ ഇടിയും തൊഴിയും എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് പറ്റൂല സാറേ, പേടിയാ. ശരി സാറാ. ശരി എന്നാ. ഓക്കെ എന്നാ. എടാ നിങ്ങൾ കഥ കേട്ടോണ്ട് നിൽക്കാതെ പണിയെടുക്കടാ. ശേ, ഇനിയിപ്പോ ഊണ് കഴിക്കാൻ സമയമായെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ നേരെ അങ്ങോട്ട് പോകും. എന്തായാ അത് വൃത്തിയായോ? ഓ ഓ ശരി. ചെയ്യണടാ. ഒരു 4 പെണ്ണുണ്ട് ചെല്ലുമ്പോ തമിഴ് പറഞ്ഞിട്ട് ഓനങ്ങോട്ട് ആളാവുക. എന്റെ അച്ഛൻ തമിഴ് വേണ്ടടാ. എന്റെ അച്ഛൻ തമിഴിലല്ല, എന്റെ അച്ഛൻ നല്ല മലയാളി. എന്താക്കി എന്താകും? എന്റെ അച്ഛൻ എന്താക്കി? എടാ നീ എന്റെ അടുത്ത് കണക്ക് നീ പറയരുത്. പറയരുത്. ഇന്നലെ ആപ്പ് മേടിച്ച 350 ഉറുപ്പ്യ, അതിന് 100 ഉറുപ്പ്യ ഈ തന്നെ, ബാക്കി 250 ഞാനാണ് കള്ളനായിയെ കുട്ടിയെ. ഇതിന് മുമ്പ് എത്ര പൈസ എന്റെ മൂത്രം കുടിച്ചില്ല. എന്റെ അമ്മോനാണ്ട കുടിച്ച എന്റെ മൂത്രം. കട്ടടുമ്പോ ഷെയർ ഈക്വലാണ്. അറിയോ? അറിയാനുണ്ടോ? ഈ പ്രദേശം മുഴുവൻ എന്റെ അച്ഛൻ ഉണ്ടാക്കിയതാ. ഈ പ്രദേശം മുഴുവൻ എന്റെ അച്ഛൻ ഉണ്ടാക്കിയതാണ്. ആ കഥയൊക്കെ എനിക്കറിയാം. എന്റെ വാപ്പ പറഞ്ഞിട്ടുണ്ട്. എന്റെ വാപ്പന്റെ 50 സെന്റ് സ്ഥലം എന്റെ അച്ഛൻ തന്നെ തട്ടിയെടുത്ത്. എന്റെ അച്ഛൻ പിന്നെ നിന്റെ വാപ്പ ആരടാ ഇവിടുത്തെ ജമ്മിയോ? വാപ്പ ജമ്മിയൊന്നുമല്ല, പക്ഷെ എന്റെ അച്ഛൻ മഹാജന്തിയാണ്. എന്റെ കള്ളം കയ്യിലൊക്കെ മനസ്സിലാക്കണോ ഭാസ്കരേട്ടാ? നായിണ്ടല്ലോ, നായിക്ക് കുറെ പൈസ ഉണ്ട്. പൈസയുടെ കണക്ക് പൈസയുടെ കണക്ക് വെക്കണ. പൈസയുടെ കണക്ക് വെക്കണം. വെക്കണ്ടേ? 100 ഉറുപ്പ്യ എന്നിട്ട് 4 ബഗ്ഗേജ് ചിലവാക്കി. വേണ്ട, നിങ്ങൾ ബാസ്കറ്റ് പിടി. എന്റെ അച്ഛൻ്റെ അതേ സ്വഭാവം വേണ്ട. വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട. യുവന്മാരുടെ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടാണ് മൻമോഹൻ സാറ് വീട്ടിലിരിക്കണം. അല്ല എന്നാലും നമുക്കൊന്ന് വേണ്ട സാർ, വെറും വഴുകുകളാണെന്ന്. സാറ് സാറിന്റെ കാര്യം നോക്കിയാ കറക്റ്റാ. വെറുതെ സോഷ്യൽ മീഡിയയിൽ നമ്മളെത്തിട്ട് അങ്ങോട്ട് തേമ്പും എന്ത് കാര്യം? സസ്പെൻഷൻ കിട്ടും നല്ല നല്ല കാര്യമുണ്ടോ? ഒരു 2 എണ്ണം കൊടുത്തിട്ട് അവന്മാര് തല്ലി തീർത്തോളൂ. സാറ് വന്നേ. തന്റെ ആവശ്യം കാണിക്കാൻ പറ്റിയ സ്ഥലമല്ല പോരും. പരാതി കൊടുക്കട്ടെ. വണ്ടി എടുത്തോ. പോണപ്പട്ടി നീ